അങ്ങാടിയിലെ മാർക്കറ്റുകളിലെ മാതളമായ സ്ത്രീകളുടെ സൗന്ദര്യം വിട്ട് പണം സമ്പാദിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കെതിരെ അല്ലാഹുവിന്റെ ഗ്രന്ഥം ശബ്ദിച്ചു. അഭിനവ ലോകത്തിന്റെ പുതിയ ശബ്ദങ്ങൾ കാതോർക്കുമ്പോൾ, ലോകം ഇന്നെത്തിപ്പെട്ട പുതിയ സ്ഥിതിവിശേഷങ്ങൾ ഓർക്കുമ്പോൾ, മാനവ വിമോചനത്തിന് വല്ല കേൾപ്പുമുള്ള ഗ്രന്ഥം ലോകത്തിന്റെ മുമ്പിലുണ്ടെങ്കിൽ അതിതാണ് 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 അല്ലാഹുവിന്റെ ഗ്രന്ഥം. സഹസ്രാബ്ദങ്ങളെ അതിജയിച്ച പടച്ചതമ്പുരാന്റെ ഗ്രന്ഥം. അറബ് ജനതയുടെ മനസ്സിനെ പരിവർത്തിപ്പിച്ച വിശുദ്ധ ഖുർആൻ, യൂറോപ്യന്മാരെ പിടിച്ചു കുലുക്കിയ വിശുദ്ധ ഖുർആൻ, മോറിസ് ബുക്കായെ ആകർഷിച്ച വിശുദ്ധ ഖുർആൻ, കീത്ത് മൂറിനെ ആകർഷിച്ച വിശുദ്ധ ഖുർആൻ, അതുപോലെ യൂസുഫിനെ ആകർഷിച്ച വിശുദ്ധ ഖുർആൻ, റോഡ് മക്കയുടെ മുഹമ്മദ് അസദിനെ ആകർഷിച്ച വിശുദ്ധ ഖുർആൻ, ആനി ബസന്റിന് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയാൻ പ്രേരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ഇന്നും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും അഭിപ്രായമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഈ ഒരു ഗ്രന്ഥം, മനുഷ്യന്റെ ജീവിതത്തിൽ ഹഠാത് ആകർഷിച്ച ഈ ഒരു ഗ്രന്ഥം. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിന്റെ ഒരു ചോദ്യം ഇതാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അതെ, വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. എന്താ അവൻ ഖുർആനെ പറ്റി പഠിക്കാത്ത? അവന്റെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? വല്ലാത്തൊരു ചോദ്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരുടെ ഹൃദയങ്ങൾ മൂടിയിട്ട് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താ അവർ തുറക്കാത്തത്? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. 47-ാം അധ്യായം 24-ാമത്തെ വചനം. തുറക്കണം, ഹൃദയം തുറക്കണം, ഖുർആനിന് നേരെ തിരിച്ചുവിടണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖമറിൽ 54-ാം അധ്യായം 17, 22, 32, 40 വചനങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ല, ഖുർആൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ചിന്തിക്കുന്നവർക്ക് ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുന്നു. ഉണ്ടോ? സഹോദരന്മാരെ ആലോചിച്ച്, ഖുർആനിനെ എളുപ്പമാക്കി ചിന്തിക്കുന്നവരുണ്ടോ? പഠിക്കുന്നവരുണ്ടോ? അറിയുന്നവരുണ്ടോ? മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നലകളുടെ കഥ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? തഖ്ദീറുൽ ഇഖ്ബാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇ.കെ. ഹസൻ മുസ്ലിയാർ. ആ പുസ്തകത്തിൽ എന്താണത്? പൊതുജനങ്ങൾക്ക് ഖുർആൻ പഠിക്കൽ നിർബന്ധമില്ല, ഓതൽ തന്നെ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ഈ പുസ്തകത്തിൽ പറയണം, ഈ വലിയ മുസ്ലിയാർ പറയണം. എന്നിട്ടോ ഫാത്തിഹ അർത്ഥം പഠിക്കൽ നിർബന്ധവുമില്ല, പ്രത്യേക സുന്നത്തുമില്ല. ക്യാൻസറിന് വേണ്ടി ഒരു മരുന്ന് കണ്ടെത്തി, എന്നിട്ട് പറയണം ഈ മരുന്ന് കുടിക്കരുത്. എങ്ങനെയുണ്ട്? ക്യാൻസറിന് ഒരു മരുന്ന് കണ്ടെത്തി, ബാപ്പ മരിക്കുന്നവരെ ബാപ്പാക്ക് അത് കൊടുത്തില്ല. ബാപ്പ മരിച്ചപ്പോ ആ ക്യാൻസറിന്റെ മരുന്ന് ബോട്ടിൽ തുറന്ന് ബാപ്പാന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വിഡ്ഢിയായ മകനെ പോലെ മരിച്ചുപോയ മനുഷ്യരുടെ മുമ്പിൽ സൂറത്ത് യാസീൻ ഓതുന്നവർ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമാണ് ഈ ഖുർആൻ. സൂറത്ത് യാസീൻ അല്ല പറയാ, മരിച്ചെടുത്ത് ഓതുന്ന യാസീനിൽ അല്ല പറയുന്നത് ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനല്ല. അല്ലേ? മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ബാപ്പാക്ക് ക്യാൻസറിന് അതിവിദഗ്ധനായ ഒരു ഡോക്ടർ മരുന്നെന്നു കൊടുക്കൂല, ജീവിച്ചിരുന്ന കാലത്തൊന്നും കൊടുത്തില്ല. ബാപ്പ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയപ്പോ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 70 അല്ല പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക്. കല്ലാച്ചിയിലെ ഹമീദ് സ്വന്തം ഉമ്മാനെ അമ്മിക്കുട്ടി കൊണ്ട് തച്ചുവന്ന്, എന്നിട്ട് ആ ഉമ്മാനെ കൊന്ന് ദുഃഖത്താൽ പിന്നീട് ഉമ്മാന്റെ കബറും പുറത്ത് ഖുർആൻ ഓതുകയാണ്, ഖത്തം ഓതി തീർക്കുകയാണ്. എന്താ ഓതുന്നത്? വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഉമ്മാനോട് ചേന്ന് പോലും പറയരുത്. ചേന്ന് തലക്കടിച്ചു കൊന്നതാ. ചേന്ന് പറയരുത് എന്ന് അല്ലാഹു ഖുർആനിൽ. ചേന്ന് തലക്കടിച്ച്. കാരണം എന്താ? ജീവിതകാലത്തും അറിഞ്ഞൂടാ ഈ ആയത്തിന്റെ അർത്ഥം. ഉമ്മാന്റെ കബറും പുറത്ത് ഓതിയപ്പോ അറിഞ്ഞൂടാ. ഉമ്മാന്റെ കബറും പുറത്ത് ഓതുന്ന എന്താ? സ്വന്തം ഉമ്മാനോട് ചേ എന്ന് പോലും പറയല്ലേ എന്നുള്ള വചനമാണ് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ഓതുന്നത്. ഉമ്മാനെ തച്ചു കൊന്നതിന് ശേഷം
ഓതിയിട്ട് കാര്യമുണ്ടോ? ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു ബിസിനസ് തുടങ്ങിയാണ്, നല്ലൊരു ബിസിനസ് തുടങ്ങാൻ ഉസ്താദെ പ്രാർത്ഥിക്കണം. ഉസ്താദ് പ്രാർത്ഥിച്ചു പൈസ ഇട്ടാൻ വേണ്ടി. പ്രാർത്ഥിച്ചപ്പോ പൈസയും കിട്ടി കീശയിലിട്ട്. പക്ഷെ ഉസ്താദ് പറഞ്ഞു കൊടുത്തില്ല. എന്ത്? വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദ കാലൂഹും മബ്തനൂഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. 83-ാം അധ്യായം മുത്തഫിഫീൻ 1 മുതൽ 6 വരെയുള്ള വചനം. ഇത് ഓതി കൊടുക്കേണ്ടിയിരുന്നു. എന്താ അതിന്റെ അർത്ഥം? അളവിലും തൂക്കത്തിനും കൃത്രിമം കാണിക്കുന്നവർക്കാണ് നാശം. അതുകൊണ്ട് ജുബൈറെ, കച്ചവടം തുടങ്ങുന്നതൊക്കെ കൊള്ളാം. അളവിലും തൂക്കത്തിനും കൃത്രിമം കാണിച്ചാൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ പടച്ചോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നു. ഉസ്താദ് പഠിപ്പിച്ചില്ല. കച്ചവടം തുടങ്ങി, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു, കോടികൾ സമ്പാദിച്ചു, ആരാന്റത് മുഴുവൻ പിടിച്ചെടുത്തു. അതിനിടയിൽ ആക്സിഡന്റിലും മരിച്ചു. മരിച്ചിട്ട് അയാളെ കബറും പുറത്തുനിന്ന് ഉസ്താദ് വൈലുല്ലിൽ മുത്തഫിഫീൻ ഓതുന്നു. എങ്ങാനും ജീവൻ ഉണ്ടായിരുന്നു മെഞ്ഞത്തൊറ്റ ചവിട്ടിച്ചു കൊടുക്കുകയായിരുന്നു മുസ്ലിയാരെ. കാരണം അളവിന് തൂക്കത്തിനും കൃത്രിമം കാണിച്ച് ജീവിച്ചതിന്റെ പേരിൽ ഖബറിൽ ശിക്ഷ കിട്ടുമ്പോഴാണ് ഇയാൾ ഓതിക്കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഏത്? ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും വസ്ത്രമാകുന്നു എന്ന് സൂറത്ത് ബഖറ 2-ാം അധ്യായം 187-ാമത്തെ വചനം. ഭാര്യനെ ചവിട്ടിക്കൊന്ന് കവറടക്കി, എന്നിട്ട് അക്കബറുമ്പോൾ തീയായ തോന്നുക. ഈ കൗമിന്റെ അവസ്ഥാവിശേഷങ്ങളും ആലോചിച്ച് നോക്കി. ഈ കൗമിനെ രക്ഷപ്പെടുത്താനാണ് സെലഫി പ്രസ്ഥാനം. ഈ കൗമിനെ രക്ഷപ്പെടുത്താനാണ് സെലഫി കൾച്ചറൽ സെന്റർ. ഇതൊരു ലൈറ്റ് ഹൗസ് ആണ്. ഈ പരിസരത്ത് പ്രകാശം പരത്തേണ്ട ലൈറ്റ് ഹൗസ് കേവലമായി കസേരയിരുന്ന് ഫോൺ ചെയ്ത് ശമ്പളം കൊടുത്ത് തിരിഞ്ഞു പോകുന്ന ഒരു കൾച്ചറൽ സെന്റർ ഇതാകരുത്. ഇതൊരു ലൈറ്റ് ഹൗസ് ആകണം. അങ്ങൊരു ലൈറ്റ് ഹൗസ് ആണ് പ്രവാചക. അങ്ങൊരു പ്രകാശഗോപുരമാണ് പ്രവാചക. അധർമ്മത്തിന്റെ ഇരുട്ടിനെ, ശിർക്കിന്റെ ഇരുട്ടിനെ, അതുപോലെ വിദേഹത്തിന്റെ ഇരുട്ടിനെ, അനീതിയുടെ ഇരുട്ടിനെ, അധർമ്മങ്ങളുടെ ഇരുട്ടിനെ തള്ളിക്കളയുന്ന പ്രകാശഗോപുരമാകണം ഈ മസ്ജിദും ഈ കൾച്ചറൽ സെന്ററും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ ദൗത്യമല്ല. ഇതൊരു ചെറിയ ദൗത്യമല്ല. ഇടമുറ്റത്തിന്റെ പരിസര പ്രദേശത്ത് ഒരൊറ്റ ഹിന്ദുവിന്റെ വീട്, ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ വീട് മുസ്ലിങ്ങൾ കയറി ചെന്ന് ദഅവത്ത് നടത്തിയിട്ടല്ലാതെ ഉണ്ടാകാൻ പാടില്ല. ഖുർആനിലേക്ക് ക്ഷണിക്കണം നമ്മളവരെ, അവരുടെ മോചന ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കണം അവരെ. നിങ്ങൾ ആലോചിച്ചു, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും 500 രൂപ വീതം വിതരണം ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു. ഒരാളെ കയ്യിൽ എല്ലാ പൗരനും ആ മണ്ഡലത്തിലെ ആ ബ്ലോക്കിലെ എല്ലാവർക്കും 500 രൂപ വീതം വിതരണം ചെയ്യാൻ. അത് അയാളുടെ കുടുംബത്തിന് മാത്രം വിതരണം ചെയ്താലോ? അക്രമിയാണ് അല്ലേ അയാള്? അല്ലേ? അല്ലാഹു മനുഷ്യർക്കും മുഴുവനും അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം അത് നമ്മുടെ കയ്യിൽ വെക്കുക. അല്ലാഹു മുഴുവൻ മനുഷ്യരോടും സംസാരിച്ച ഒരു ഗ്രന്ഥം. ഇപ്പൊ ഫോണിൽ സാധാരണ മെസ്സേജ് വരാറ്. മെസ്സേജ് വന്നാൽ ആ മെസ്സേജ് അപ്പം തന്നെ എടുത്തു വെക്കും. നിസ്കാരത്തിലാണെങ്കിൽ പോലും നിസ്കാരം വേഗത്തിൽ ചുരുക്കി മെസ്സേജ് എടുത്തു വെക്കുന്നവർ അപ്പോഴത്തെ മനുഷ്യന്മാര് ആണല്ലോ. ആണ് നിസ്കരിക്കുന്നിടത്ത് വരെ മൊബൈലിൽ സൈലന്റിന് വെക്കും. എന്നിട്ട് നേരെ മുഖത്തേക്ക് ഇങ്ങനെ. അപ്പൊ സൈലന്റ് അങ്ങനെ കളിക്കുമ്പോൾ തന്നെ നിസ്കാരം ചുരുക്കി, ഫാത്തിയൊക്കെ ചുരുക്കി, സൂറത്തൊക്കെ ചുരുക്കി, വേഗം എടുത്തിട്ട് അലോ അല്ലെങ്കിൽ മെസ്സേജാണ് ചെക്ക് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും മാർഗദർശനം ചെയ്തുകൊണ്ട് മെസ്സേജ്. നമ്മുടെ ഫോണിൽ വരുന്ന പല മെസ്സേജുകളും ഒന്നെങ്കിൽ വിറ്റായിരിക്കും. ടിൻഡുമോൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുക. ആളുകൾ മെസ്സേജ് അയക്കുക. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് അയച്ചെന്താ? 2 ടിപ്പർ ലോറി, ഒരു കയറ്, അതിന്റെ മധ്യത്തിലൊരു കയറ്. അപ്പൊ മുന്നിലെ ടിപ്പർ ലോറി ബാക്കിലെ ടിപ്പർ ലോറിന് കൊണ്ടുപോവുക. അപ്പൊ ടിൻഡുമോന്റെ ചോദ്യം എന്താ? ഒരു കയറ് വലിക്കാൻ എന്തിനാ 2 ലോറി? അന്നത്തെ ഒരുവിധ ആളുകളുടെ ഫോണിലൊക്കെ ഈ മെസ്സേജാണ്. SMS അയക്കുക ആളുകൾ. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു വിശുദ്ധ ഖുർആന്റെ ആയത്ത്, അതിനൊരു വിശദീകരണം, എന്നിട്ടൊരു നല്ല ചോദ്യം. മാറാൻ തയ്യാറുണ്ടോ? ചോദിക്കാൻ ഇവിടെ ആളുകളില്ല, പരിശോധിക്കാൻ ഇവിടെ ആളുകളില്ല. പടച്ചതമ്പുരാൻ പറയാം മുസ്ലിമീങ്ങളുടെ വീടിനെ കുറിച്ച്, നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് ഖുർആനും സുന്നത്തും വായിക്കപ്പെടണം. അത് നിങ്ങൾ ഓർക്കണം.
പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, മുസ്ലിങ്ങളുടെ വീടുകളിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് നിറഞ്ഞു നിൽക്കുകയാണ്, മോഹൻലാലിന്റെ ഡയലോഗ് നിറഞ്ഞു നിൽക്കുകയാണ്, ഐഡിയ സ്റ്റാർ സിംഗർ നിറഞ്ഞു നിൽക്കുകയാണ്, ചാനൽ അരങ്ങ് തകർക്കുകയാണ്, അധർമ്മങ്ങളുടെ കൂത്തരംഗമായി മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ മാറുകയാണ്. പള്ളി പ്രസിഡന്റിന്റെ, ജില്ലാ സെക്രട്ടറിയുടെ, സ്റ്റേറ്റ് നേതൃത്വത്തിന്റെ ഒക്കെ വീടുകളിൽ ചാനലുകൾ അരങ്ങ് തകർക്കുകയാണ്. എന്ത് കേട്ടു ആമിന, എന്ത് കേട്ടു ആയിഷ എന്ന ചോദ്യത്തിന് ചാനലിന്റെ മുമ്പിലായിരുന്നു എന്ന മറുപടി റബ്ബിന്റെ കോടതിയിൽ പറയാൻ കഴിയില്ല. അവിടെ നരകത്തിൽ മുഖം കുത്തി വീഴും. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, കള്ളം പറയാത്ത റസൂൽ. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. അന നബിയുല്ല കദിബ് അന ബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ കള്ളമല്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞ റസൂലാ പറയുന്നത്. അന്നാറു ഹഖ്ഖുൻ അൽ ജന്നത്തു ഹഖ്ഖുൻ. അതുകൊണ്ട് ഓർക്കണം, ഒരു കൾച്ചറൽ കോംപ്ലക്സിന്റെ, ഒരു സെൽഫി കൾച്ചറൽ സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ചിരിച്ചു കളിച്ചു പോകാനല്ല ഞാൻ നിങ്ങളിവിടെ വന്നത്, ദുഃഖത്തോടുകൂടി ഇറങ്ങിപ്പോകാനാണ്. ഇസ്ലാം അനുസരിച്ച് ഒരു പൂർണ്ണ മുസ്ലിം ആയില്ലല്ലോ എന്ന ദുഃഖത്തോടെ ഓരോ വനിതകളും ഓരോ പുരുഷന്മാരും ഈ സദസ്സ് ഇറങ്ങിപ്പോകണം. നോക്കിയേ, അല്ലാഹു പറയാ, നബിയേ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വല്ലാത്ത വാക്കുകൾ, മാനവരാശിക്കാകമാനമുള്ള മാർഗദർശനം, അതാണ് ഖുർആൻ. ഖുർആൻ സംസാരിക്കുന്നത് മനുഷ്യരോടാണ്. ഖുർആനിന്റെ ആശയങ്ങൾ നടപ്പാക്കിയാൽ തോമസ് ഐസക്, ധനകാര്യ വകുപ്പ് മന്ത്രി, അയാൾ പറയുന്നു ഇസ്ലാമിക് ബാങ്കിംഗ് വേണം, ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ വേണം. സാൽവേഷനിൽ വന്നു, സാൽവേഷനിലെ സാമ്പത്തികമായ ചാർട്ടുകൾ കണ്ടു, ഖുർആനിക വചനങ്ങൾ കണ്ടു, പ്രവാചക വചനങ്ങൾ കണ്ടു. വിശുദ്ധ ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ എന്താ? സമ്പത്ത് അല്ലാഹു നൽകിയതാണ്. ആ സമ്പത്ത് എങ്ങനെ അധ്വാനിച്ചുണ്ടാക്കണം, അത് ഹലാലാവണം. തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഹദ്ദ ഹുദൂദല്ലാഹ് വലാ തഖറബൂഹാ. നിങ്ങൾ ഒരിക്കലും അല്ല വെച്ച അതിർവരമ്പുകൾ ലംഘിക്കരുത്, ആ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കണം. തീർന്നില്ല. സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ സമ്പത്ത് റബ്ബ് നിങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. 9-ാം അധ്യായം 103-ാമത്തെ വചനമാണ്. സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമായ 2.5% സക്കാത്ത് അവരിൽ നിന്ന് വാങ്ങി ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്ത് ദരിദ്രരെ സമ്പന്നരാക്കുന്ന, ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും സ്വയം പര്യാപ്തരാക്കുന്ന ഒരു പ്രക്രിയ. നിങ്ങൾ നോക്കൂ, എത്ര സാമ്രാജ്യങ്ങൾ ഇവിടെ. അമേരിക്കയിൽ ഒരുപാട് ആളുകൾ ഭരിച്ചു, ബ്രിട്ടനെ ഭരിച്ചു, അതുപോലെ ലണ്ടൻ ഭരിച്ചു, ഒരുപാട് രാജ്യങ്ങൾ ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും സാമ്പത്തികമായി ധനസഹായം വാങ്ങാൻ ആളില്ലാത്ത ഒരു സൊസൈറ്റി രൂപപ്പെട്ടോ? ഇസ്ലാമിനല്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഭരണകാലഘട്ടം ഗവർണർ കത്തെഴുതുകയാണ്, സഅദ് ഇബ്നു അബീ വഖാസ് കത്തെഴുതുകയാണ്, അമീറുൽ മുഅ്മിനീൻ സക്കാത്ത് കൂടിക്കിടക്കുകയാണ്. വാങ്ങാൻ ആളില്ല, കൊടുത്തിട്ട് വാങ്ങാൻ ആളില്ല, ചോദിക്കുന്ന ആളുകളില്ല, എല്ലാവരും സ്വയം പര്യാപ്തരായി. ഞാനിതെന്ത് ചെയ്യണം? അപാരമായ ചോദ്യം. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലം വന്നു, എന്ത് ചെയ്യണം ഇത്? അദ്ദേഹം പറഞ്ഞു, ഇത് വിവാഹം കഴിക്കാൻ കഴിയാതെ മഹർ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് അത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെയും ബൈത്തുൽ മാലിൽ അത് കെട്ടിക്കിടന്നു. സക്കാത്ത് വാങ്ങാൻ ആളില്ല, സദക്ക സ്വീകരിക്കാൻ ആളില്ല. അങ്ങനെ ഒരു കാലം ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മതസമൂഹത്തിന്, ഒരാചാര്യന് അങ്ങനെ ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത്ഭുതമേ ഈ മതം, ആശ്ചര്യമേ ഈ ഗ്രന്ഥം, വിപ്ലവമേ ഈ ഗ്രന്ഥം. മാനവ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ ഉജ്ജ്വലമായ ഒരു ഗ്രന്ഥം. അതെ, നിങ്ങൾ നോക്കൂ, വാത്തിദിൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീൻ വബിനുസ് സബീൽ വലാ തുബദ്ദിറു തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. നോക്കൂ, വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം
27-ാമത്തെ വചനം എന്താ പറയുന്നത്? ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് നിന്റെ സമ്പത്ത് ചെലവഴിക്കണം. നിന്റെ എളാപ്പ, നിന്റെ മൂത്താപ്പ, നിന്റെ അമ്മായി, നിന്റെ ഉമ്മാന്റെ അനുജത്തി, അങ്ങനെ തുടങ്ങി നീയുമായ ഏറ്റവും അടുത്തവർക്ക് നിന്റെ സമ്പത്ത് ചെലവഴിക്കണം. പാവപ്പെട്ടവർക്ക്, വഴിപോക്കർക്ക് നിന്റെ സമ്പത്ത് ചെലവഴിക്കണം. ഒരിക്കലും നീ ദൂർത്തടിക്കരുത്. ഒരിക്കലും നീ ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുന്നവൻ പിശാചിന്റെ കൂട്ടാളിയാണ്. സമ്പത്തിനെ എങ്ങനെ ചെലവഴിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ട് അത് കേട്ട രാഷ്ട്രത്തിന് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അത് കേട്ട വീട്ടുടമക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അത് കേട്ട ബിസിനസ്സുകാരന് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അതനുസരിച്ച് ജീവിച്ച സമൂഹത്തിന് വേദനിക്കേണ്ടി വന്നിട്ടില്ല. ഇനി പറയൂ, ലോകത്ത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് സ്വയം പര്യാപ്തതയുള്ള മുഴുവൻ സൊസൈറ്റിയെയും കമ്മ്യൂണിസം ലോകത്ത് കടന്നു വന്നത് ഈ സമത്വത്തിന് വേണ്ടിയാണ്. ഉണ്ടായോ? ഉണ്ടായോ? ഒരു ദിവസം പോലും ഉണ്ടായോ? ഒരു സെക്കൻഡ് പോലും കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തം ലോകത്ത് നിലനിന്നോ? ഒരു സെക്കൻഡ്, ഒരൊറ്റ സെക്കൻഡ് ഇല്ല. ഇല്ല. നൂറ്റാണ്ടുകളെ നിലനിർത്തി ഇസ്ലാമിനെ വെല്ലാൻ പോകുന്ന നിർത്തലൊന്നും നിങ്ങളുടെ ആരെ കയ്യിലുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. ധൈര്യസമേതം, അഭിമാന പുരസരം, ഒരുത്തന്റെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല. ഇസ്ലാമിനെ ശരിക്ക് അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടാൽ. അല്ലയോ? അല്ലെങ്കിൽ തല കുനിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുനിക്കേണ്ടി വരും. അല്ലെ? അങ്ങനെയല്ലേ സദസ്സിലേക്ക് കയറി വരുന്ന ഒരു വലിയ നേതാവ്, ആളുകൾ പറയുന്നു രോമവ്യാപാരി വരുന്നു. അങ്ങനെ ഒരു ഘട്ടം. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥാവിശേഷമുണ്ട് കേരളത്തിൽ. രോമവ്യാപാരം, സ്വർണ്ണ വ്യാപാരം, വെള്ളി വ്യാപാരം, രോമവ്യാപാരം, അങ്ങനെ ഒരു വ്യാപാരം. റോമാ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. ഒരു പുതിയ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു, രോമ സാമ്രാജ്യം. ആ രോമ സാമ്രാജ്യത്തിന്റെ നേതാവായി വിലസുകയാണ് ശ്രീമാൻ കാന്തപുരം. ആലോചിച്ചു നോക്കണം നിങ്ങൾ. മനുഷ്യൻ, അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെയുണ്ട്, അത് കൊടുക്കാൻ, അത് പഠിപ്പിക്കാൻ പ്രവാചകന്റെ സുന്നത്ത് ഇവിടെയുണ്ട്, അത് കൊടുക്കാൻ, അത് പകർന്നു കൊടുക്കാൻ സമയമില്ല. ഫുൾ ടൈം ഈ ജാതി ബിസിനസ്സുമായി നടക്കുകയാണ് ആളുകൾ. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു? ഈ വസ്തുത നമ്മളൊന്ന് മനസ്സിലാക്കണം. ഖുർആൻ മനുഷ്യനോട് സംസാരിക്കുകയാണ്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകന ബൈന ദാലിക ഖവാമ വകന ബൈന ദാലിക ഖവാമ. സമ്പത്ത് നീ ചെലവഴിക്കുകയാണെങ്കിൽ ദൂർത്തടിക്കരുത്, പിശുക്കി പിടിക്കരുത്. വകന ബൈന ദാലിക ഖവാമ. വിശുദ്ധ ഖുർആൻ അത് രണ്ടിന്റെയും ഇടയിൽ ചെലവഴിക്കണം. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 63 മുതൽ 74 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, ഓരോ രംഗവും എങ്ങനെ ഭാര്യയോട് പെരുമാറണം, എങ്ങനെ മക്കളോട് പെരുമാറണം, എങ്ങനെ കച്ചവടം നടത്തണം, എല്ലാം. വല്ലദീന അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. അവരുടെ പ്രത്യേകത ഖുർആൻ പാരായണം ചെയ്യുന്നവരാണവർ, തീർന്നില്ല. നമസ്കാരം നിലനിർത്തുന്നവരാണവർ, തീർന്നില്ല. പിന്നെയോ നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരാണവർ. തിജാറത്തൻ ലൻ തബൂർ. ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തിലെ പങ്കാളികളാണവർ. വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. തീർന്നില്ല. വീണ്ടും പറയുന്നു, വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാഇ വൽഖാദിമീനൽ ഗൈള വആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 134-ാമത്തെ വചനം. വല്ലാത്ത വാക്കുകൾ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാ. സാമ്പത്തികമായ ഭദ്രതയിലും ദാരിദ്ര്യാവസ്ഥയിലും, സമ്പത്തുണ്ടാകുമ്പോഴും സമ്പത്തില്ലാത്തപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. വല്ലാത്ത വാക്കുകൾ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, തീർന്നില്ല. പിന്നെയോ വൽഖാദിമീനൽ ഗൈള. കോപം വരുമ്പോൾ അത് ഒതുക്കി വെക്കുന്നവർ. കോപത്തെ ഒതുക്കി വെക്കാൻ പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥം. കോപിക്കല്ലേ എന്ന് പല വചനങ്ങളിലൂടെ മാനവരാശിയെ പഠിപ്പിച്ച ഗ്രന്ഥം. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും സമമാവുകയില്ല. തിന്മയെ നന്മ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ, എതിരേൽക്കാൻ, എതിർക്കാൻ പറഞ്ഞ ഒരു വേദഗ്രന്ഥം. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ നദീം. വമ്പിച്ച ഭാഗ്യവാന്മാർക്കല്ലാതെ, വമ്പിച്ച ജമാലുക്കൾക്കല്ലാതെ ഇങ്ങനെ ഒരു സമീപനമുണ്ടാവില്ല. ഇങ്ങോട്ട് തല്ലിയവരോട്, ഇങ്ങോട്ട് കൈവട്ടിയവരോട്, ഇങ്ങോട്ട് നാടുകടത്തിയവരോട്, ഷേബ് അബീ താലിബിന് ഗരാവോ ചെയ്തവരോട് മാപ്പ് കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, പൊറത്തു കൊടുക്കാൻ,
അവരെ സർവതന്ത്ര സ്വതന്ത്രരാക്കാൻ ലോകത്ത് സാധിച്ച ക്ഷമയുടെ മകുടോദാഹരണമായ ക്ഷമിക്കുകയും ക്ഷമയിൽ മുൻകടക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം 34, 35, 36 വചനങ്ങൾ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 200-ാമത്തെ വചനം. സലാമുൻ അലൈക്കും ബിമാ സബർതും. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം 10-ാമത്തെ വചനം. ഇങ്ങനെ ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം. കോപം വരുമ്പോ ഒതുക്കി വെക്കാൻ. കോപം വരില്ലെന്നല്ല, കോപിക്കേണ്ടി വരും. മനുഷ്യൻ എന്ന നിലയിൽ കോപം അവന്റെ കൂടപ്പിറപ്പാണ്. അതിനെ ഒതുക്കി വെക്കാൻ, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ, പോവട്ടെ സാരമില്ലെന്ന് പറയാൻ, ഞങ്ങളവരോട് പുറത്തു കൊടുത്തിരിക്കുന്നെന്ന് പറയാൻ, വർഗീയ കലാപത്തിന് തിരികൊളുത്തുമ്പോ ഇല്ല, ഞങ്ങൾ ഈ സംവിധാനത്തിനില്ല. കാരണം വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ സമാധാനം കരഗതമായതിനു ശേഷം അവിടെ ഞങ്ങൾ ഫസാദ് ഉണ്ടാക്കില്ല. അങ്ങനെ ഫസാദ് ഉണ്ടാക്കരുതെന്ന് 7-ാം അധ്യായം 55-ാമത്തെ വചനത്തിൽ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ. വത്തഖൂ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. ഇവിടെ ഉസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത സത്യവുമായി അതിന് ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഉസാമ ബിൻ ലാദൻ 5 തവണ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക 5ഓളം തവണ അദ്ദേഹത്തെ കൊന്നതായി പറയുന്നുണ്ട്. ഇതിലേതിന്റെ തൊള്ളയാണ് സത്യത്തിന്റെ തൊള്ള എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരേ ഒരു ദുഃഖമേ തോന്നിയുള്ളൂ. ഉസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ട വാർത്ത കാണിച്ച ഏഷ്യാനെറ്റിനെ പോലെ വിദേശ സാമ്രാജ്യത്വ ശക്തികളുടെ പേനഉണ്ടികളും ചാനലുകാരുമായ ആളുകൾ മദ്രസ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരുന്നു. മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചുകുട്ടികളെ ഉസാമ ബിൻ ലാദന്റെ ന്യൂസ് വായിക്കുന്നിടത്ത് കാണിച്ചുകൊണ്ടിരുന്നു. മദ്രസയാണത്രേ മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കിയത്. മദ്രസാ പഠനമാണത്രേ മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കിയത്. യുക്തിവാദികളും നിരീശ്വരവാദികളും മതനിഷേധികളും ഇസ്ലാമിന്റെ ശക്തികളും സയേണിസ്റ്റുകളും സാമ്രാജ്യത്വ ശക്തികളും ഒന്നടങ്കം മനസ്സിലാക്കുക, മദ്രസ മനുഷ്യനാക്കാനുള്ളതാണ്. ഇസ്ലാമിന്റെ മദ്രസയിൽ പഠിച്ചവനാണ് ഈ ഉള്ളവൻ. മദ്രസയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയിലെ മദ്രസയിൽ തീവ്രവാദത്തിന്റെ പരാമർശങ്ങളില്ല. പക്ഷപാതിത്വമില്ലാതെ പറയുകയാണ്, വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള അമർഷം, വിരോധം, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം മനുഷ്യരൊക്കെ ആദമിന്റെ മക്കളാണ് എന്നുള്ളതാണ്. ഞങ്ങൾ പഠിച്ചതാണ്. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ പഠിച്ച അറബിക് കോളേജിൽ വെച്ച് ഒരധ്യാപകൻ ഒരു കുട്ടിയെ വെറുതെ തല്ലി. അന്ന് ഞാൻ മദ്രസ പഠിക്കുകയാണ്. അതിന്റെ ബോർഡിംഗ് എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ കുട്ടിയെ തല്ലിയപ്പോ, അന്യായമായി തല്ലിയപ്പോ, സൗന്ദര്യമില്ലാത്ത കറുത്ത ദരിദ്രനായ ഈ കുട്ടിയെ തല്ലിയപ്പോ അന്ന് ഞാൻ ചോദിച്ചു, അല്ല സാർ, ഇന്നലെ മദ്രസയിൽ നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശൂബൻ വ ഖബായില ലിതഅറഫു ഇന്നാ അഖറബകും ഇൻദല്ലാഹി യതഖാകും എന്നാണല്ലോ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കിയത് പരസ്പരം തിരിച്ചറിയാനാണ്. അമേരിക്കക്കാരൻ മുസ്ലിമിന്റെ സഹോദരനാണ്, ഇംഗ്ലണ്ടുകാരൻ മുസ്ലിമിന്റെ സഹോദരനാണ്, അഫ്ഗാനിസ്ഥാനുകാരൻ മുസ്ലിമിന്റെ സഹോദരനാണ്, ഇറാഖിന്റെ, ലെബനാനിന്റെ, അതുപോലെ മൊറോക്കയുടെ, സുഡാനിന്റെ, അൾജീരിയയുടെ, ലോകത്തെവിടെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നുവോ അവരൊക്കെ ആദമിന്റെ മക്കളാണ്. അതുകൊണ്ട് ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ, മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്. അതെ, അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു സിദ്ധാന്തം. അതെ, ആദമിൽ നിന്നാണ് നിങ്ങൾ ആദമിൽ നിന്ന്, ആദം മണ്ണിൽ നിന്ന്. നിങ്ങളുടെ റബ്ബ് ഏകനായ റബ്ബ്, നിങ്ങളുടെ പിതാവ് ആദം എന്ന് പഠിപ്പിച്ചതാണ് മദ്രസയിലെ വിജ്ഞാനം. തീവ്രവാദത്തിന്റെ നാമ്പുകളില്ല. ഒരു ഖുർആൻ പഠിച്ച പഠിതാവിന് ഭീകരവാദിയാകാൻ കഴിയില്ല, തീവ്രവാദിയാകാൻ കഴിയില്ല. എന്തിന് ഒരു പൂച്ചയെ കൊല്ലാൻ പോലും അവന് സാധിക്കുകയില്ല. പച്ചക്കരറുള്ള എന്തിനോടും കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച പ്രവാചക തിരുമേനി അനുയായികൾ ടെന്റ് കെട്ടി ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ്. നല്ല തണുപ്പുള്ള രാത്രി.
നല്ല തണുപ്പുള്ള ദിവസം അവര് തീയിട്ടു. പ്രവാചകൻ ഓടി വരികയാണ്. ഓടി വന്ന് തീയുടെ പരിസരം പരിശോധിച്ചപ്പോൾ ഉറുമ്പിൻ കൂട്ടങ്ങൾ സഞ്ചരിക്കുന്നതായി കണ്ടു. പ്രവാചകൻ കോപാകുലനായി, ആരാണ് ഇവിടെ തീയിട്ടത്? ആരാണ് ഈ സ്ഥലം പരിശോധിക്കാതെ തീയിട്ടത്? ഓടിവരിൽ, ഈ തീയണയ്ക്കുന്നത് വരെ പ്രവാചകൻ അവിടെ നോക്കി നിന്നു. ഒരൊറ്റ ഉറുമ്പും അഗ്നിക്ക് ഇരയായില്ല എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോക റബ്ബിനാണ്. ഒരു ഉറുമ്പ് ഒരു മുസ്ലിമിന്റെ തീയിട്ടിട്ട് ആ തീയിൽ പെട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് റബ്ബിനെ സ്തുതിച്ച ആ പ്രവാചകനെ ഭീകരവാദി